നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കുറെ നാളുകൾക്ക് ശേഷം വായ്ക്ക് രുചിയായിട്ട് കുറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റി. ശിവാനി, താങ്ക് യു സോ മച്ച്. താങ്ക് യു ആന്റി. ഇതിനെയാ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇതാണ് ആത്മാർത്ഥത. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി വിളമ്പാനായി നിനക്ക്. എടുത്തി 100% ശരിയാ വസു. ഞാനിതങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു. ഇപ്പൊ എനിക്കൊരു ആഗ്രഹം തോന്നുക, ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും 3 നേരവും ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലി നമ്മുടെ ശിവാനി അങ്ങ് ഏൽപ്പിച്ചാലോ? ശിവാനി, അത് മതി. അടുക്കളപ്പണിയുടെ ഉത്തരവാദിത്തം ഇനി അങ്ങോട്ട് മോൾക്കാം. സൂപ്പർ ആയിരിക്കും. അല്ല, അത് പാറു പെട്ടെന്ന് തന്നെ യൂട്ടേൺ എടുക്കുകയാണല്ലോ. എന്തോ ദുരുദ്ദേശമുണ്ട്. പാറുവിന്റെ റൂട്ട് പിടിക്കുന്നതായിരിക്കും എനിക്ക് നല്ലത്. അതാ പറഞ്ഞ കറക്റ്റാ. ഒരേ ടേസ്റ്റുള്ള ഏട്ടത്തിയുടെ ഫുഡ് കഴിച്ച് ബോറടിച്ച് ഇനി അങ്ങോട്ട് ശിവാനി ഫുഡ് ഉണ്ടാക്കട്ടെ. ഇത് പണിയാവുന്ന ലക്ഷണമാണല്ലോ. എടുത്തി, പക്ഷെ അതില് വേറൊരു കാര്യമുണ്ട്. പാറു പറഞ്ഞാലും തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. അടുക്കള ജോലിയുടെ ഉത്തരവാദിത്വം ഇനി മുതൽ ശിവാനിക്ക് ആയിക്കോട്ടെ. സത്യം പറഞ്ഞാലും നിധി, എനിക്ക് നിന്റെ കുക്കിംഗ് മടുത്തു. ഇന്ന് മുതൽ അടുക്കളയിൽ കയറുന്ന പരിപാടി അങ്ങ് നിർത്തിക്കോണം കേട്ടല്ലോ. ഞാനൊരു പ്ലാൻ ഒപ്പിച്ചോണ്ട് വന്നപ്പോ ഇവരത് തിരിച്ചടിക്കുകയാണല്ലോ. എന്താ മോളെ നിധി, നീയൊന്നും മിണ്ടാത്തെ? ഉത്തരവാദിത്വം ഒഴിഞ്ഞു കൊടുക്കാൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചാലുണ്ട്. പക്ഷെ എല്ലാവർക്കും ശിവാനി കുക്ക് ചെയ്യുന്നതാ ഇഷ്ടമെങ്കിൽ പിന്നെ ഞാനെന്ത് പറയാന്? അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അപ്പൊ ഞാൻ ആ തീരുമാനം അങ്ങോട്ട് പ്രഖ്യാപിക്കാൻ പോവാ. ഇന്നു മുതല് അടുക്കളയിലെ മുഴുവൻ ഉത്തരവാദിത്വം എന്റെ മോള് ശിവാനിക്കായിരിക്കും. അല്ല ആന്റി, അത് പിന്നെ എന്റെ ശിവാനി, ഒറ്റ ദിവസം കൊണ്ട് തന്നെ നീ എല്ലാവരുടെ മനസ്സിൽ കയറി ഇടം പിടിച്ചു കഴിഞ്ഞല്ലോ. മിടിക്കാ നീ. കൺഗ്രാറ്റ്സ്. ബെസ്റ്റ് ഭർത്താവ്. ഭാര്യ അടുക്കള പണിക്ക് വിട്ടപ്പോ കൺഗ്രാറ്റ്സ് പറയുന്നു. എന്തായാലും നമ്മള് നിധിയുടെ കറികളിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് കരുതിയാ മതി അല്ലേ? എടുത്തിയുടെ ഈ തീരുമാനത്തില് എനിക്ക് എതിർപ്പുണ്ട്. നിധിയില്ലാത്തോണ്ട് ഒരു ദിവസം ശിവാനി കിച്ചണിൽ കയറി എല്ലാ ദിവസവും അത് ശിവാനിയെ ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് ഇപ്പോ വലിയ കാര്യമായത്. ആന്റി ഒന്നും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീയൊന്നും മിണ്ടാതിരുന്നേ പ്രണാം. എന്തൊക്കെ പറഞ്ഞാലും എല്ലാ കാര്യത്തിനും ഈശ്വരമംഗലത്തെ മൂത്ത മരുമകളെന്ന അധികാരവും അവകാശവും കൊടുക്കുന്നത് നിധിക്ക. എന്നിട്ട് കഷ്ടപ്പാട് മാത്രം ശിവാനിക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതെങ്ങനെ ശരിയാവും? എനിക്കിത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാ. അടുക്കള ജോലിയൊക്കെ നീതി തന്നെ അങ്ങ് നോക്കിയാ മതി. ഇത്രയും നേരം ശിവാനി ഇപ്പൊ ഒഴുത്തല്ലായിരുന്നോ? ഇപ്പൊ എന്ത് പറ്റി? പുകഴ്ത്തിയെന്ന് കരുതിയേ അതൊരു കീഴ്വഴക്കമാക്കി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നോക്കെടുത്തി, ഈ ഉത്തരവാദിത്വമൊക്കെ നിധിയെ തന്നെ അങ്ങ് ഏൽപ്പിച്ചാ മതി. അതായിരിക്കും നല്ലത്. അപ്പൊ അങ്ങനെയാണോ വസുവിന്റെ ആഗ്രഹം? അല്ല, വസു പറയുന്നതിലും കാര്യമുണ്ടേ. നിധി, വസു പറഞ്ഞതുപോലെ ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം മോള് തന്നെ നോക്കിയാ മതി. അമ്മ, ഞാൻ അതിപ്പോ പറ്റില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. വസു പറഞ്ഞതുപോലെ നീയാ ഈ വീട്ടിലെ മൂത്ത മരുമോള്. ശിവാനിക്കും കൂടി മാതൃകയാകേണ്ടവളാ. ഇനി ഒന്നും പറയണ്ട കേട്ടല്ലോ. ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ നീ അങ്ങോട്ട് ഏറ്റെടുത്തോണം. ഇതിലിനിയിപ്പോ ഒന്നും ആലോചിക്കാനില്ല. ഓക്കെ പറ മോളെ. ഓക്കെ എന്ന് പറയടാ. ധൈര്യമായിട്ടങ്ങ് പറഞ്ഞോ.
ആ പറ മോളെ. ഉം, ഉം. ശരി, ഞാൻ ഏറ്റെടുത്തോളാം. ആ, അതാണ്, അങ്ങനെ വേണം. രക്ഷപ്പെട്ടു. അതെ, വേഗം കഴിച്ചിട്ട് എല്ലാവരും വാ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എന്തിനാ പറയുന്നത് എടുത്തോണ്ട് വെച്ചേക്കുന്നത്? അതൊക്കെ ഉണ്ട്, പറയാം. രജിസ്റ്ററുകളും താക്കോൽക്കൂട്ടും ഒക്കെ ഉണ്ടല്ലോ. എന്താ പരിപാടി? ഈ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ നോക്കി നടത്തി ഞാൻ സത്യം പറഞ്ഞ ക്ഷീണിച്ചു. ഇതിപ്പോ അടുക്കള കാര്യങ്ങൾ മുഴുവൻ നിധിയെ ഏൽപ്പിച്ചു. ഇനി വരവ് ചെലവ് കണക്കുകളും ലോക്കറിന്റെ അലമാരയുടെയും ചാവികളും ഉണ്ട്. എല്ലാം ഭദ്രമായിട്ട് ആരെങ്കിലും ഏൽപ്പിച്ചാ എനിക്ക് റെസ്റ്റ് എടുക്കാലോ. ഏട്ടത്തിയുടെ ഈ തീരുമാനം നല്ലതാ. ഒരു തലമുറ കൈമാറ്റം ഈശ്വരമംഗലത്തിന് ആവശ്യമായിട്ടുള്ള സമയമായത്. മരുമകൾ എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ, നമ്മളില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കി നടത്താനുള്ള പ്രാപ്തി ഉണ്ടാക്കിയെടുക്കണ്ടേ. അതുകൊണ്ടാ അങ്ങോട്ട് ഏൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഗുഡ്. സന്തോഷായില്ലേ ശിവാനി നിനക്ക്? വീട്ടിലെ വരവ് ചെലവുകൾ നോക്കി നടത്താനുള്ള ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കുന്നതില് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ആന്റി. അതിന് നിന്നെയാണ് ഏൽപ്പിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞോ ശിവാനി? ഇതൊക്കെ ഞാൻ എന്റെ മൂത്ത മരുമകൾ നിധിയാണ് ഏൽപ്പിക്കുന്നത്. അമ്മേ, അത് ആ, അതിലെന്താ എത്ര സംശയം? മൂത്ത മരുമോൾ എന്ന് പറയുന്നത് നീ തന്നെയല്ലേ? വായി വെക്കാൻ പോലും കൊള്ളാത്ത ഭക്ഷണം കഴിച്ചിട്ട് ശിവാനി എത്രയും പുകഴ്ത്തിയത് ഇതിനായിരുന്നോ? ഇപ്പോഴല്ലേ കാര്യങ്ങളുടെ ഒരു രൂപം മനസ്സിലായത്. കൊള്ളാം. ഇനി അങ്ങോട്ട് അടുക്കള ജോലി മാത്രമല്ല, ഈശ്വരമംഗലം വീടിന്റെ താക്കോല് തന്നെ നിധിയുടെ കയ്യിലായിരിക്കും. അല്ല, എടുപിടിന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യം എന്തായിരുന്നു? അല്ലെങ്കിൽ തന്നെ ആരോട് ചോദിച്ചിട്ടാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ആരോട് ചോദിച്ചിട്ടെന്നോ? വസു തന്നെയല്ലേ നേരത്തെ പറഞ്ഞത് തലമുറ കൈമാറ്റുമോ മറ്റോ വേണോന്ന്. നമ്മള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ വസു എന്താ പറഞ്ഞത്? ശിവാനി ഇപ്പൊ ഇങ്ങോട്ട് വന്നു കയറിയതേ ഉള്ളൂ, ഒന്നും പരിചയമില്ലെന്നൊക്കെയല്ലേ? ഞാനോ? ഞാൻ അങ്ങനെ എപ്പോ പറഞ്ഞു? അയ്യോ, വസു പറഞ്ഞു. പറഞ്ഞില്ലേ? ആ, നിങ്ങൾ കേട്ടില്ലായിരുന്നോ? ആ, ആ ഭക്ഷണം കഴിച്ചോണ്ടിരുന്നപ്പോ ആന്റി അങ്ങനെ പറഞ്ഞായിരുന്നു. അതുകൊണ്ടല്ലേ അടുക്കള ജോലികളെല്ലാം എടുത്ത് ഏൽപ്പിച്ചത്. കേട്ടല്ലോ, പ്രണവ് പറഞ്ഞു കേട്ടല്ലോ. അവിടെ വെച്ച് വസു എടുത്തു പറഞ്ഞതാ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിധിയെ ഏൽപ്പിച്ചാ മതിയെന്ന്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഉത്തരവാദിത്വം എന്നല്ല, അതായത് ഈ അടുക്കള ജോലിയും കുക്കിങ്ങും ഒക്കെ നിധി ഏൽപ്പിച്ചാ മതി എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അതെ, അങ്ങനെ തന്നെയാ വസുന്ധര ആന്റി പറഞ്ഞത്. ആ, അല്ലാതെ ഈ രജിസ്റ്ററും ലോക്കറിന്റെ ചാവിയും ഒക്കെ നിധി ഏൽപ്പിക്കാൻ ഞാൻ പറഞ്ഞോ? അത് തന്നെ വസു. വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ നിധിയെ ഏൽപ്പിക്കണമെന്നല്ലേ വസു പറഞ്ഞത്. ഷെടാ, ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ഒന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഓർമ്മ വരും എന്താ പറഞ്ഞെന്ന്. എന്തൊക്കെ പറഞ്ഞാലും എല്ലാ കാര്യത്തിനും ഈശ്വരമംഗലത്തെ മൂത്ത മരുമകളെന്ന അധികാരവും അവകാശവും കൊടുക്കുന്നത് നിധിക്കാം. എന്നിട്ട് കഷ്ടപ്പാട് മാത്രം ശിവാനിക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതെങ്ങനെ ശരിയാവും? ഈ ഉത്തരവാദിത്വമൊക്കെ നിധിയെ തന്നെ അങ്ങ് ഏൽപ്പിച്ചാ മതി. അതായിരിക്കും നല്ലത്. എല്ലാ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുമ്പോ അതില് അടുക്കള ജോലി മാത്രമല്ലല്ലോ വസു. ഇവിടുത്തെ വരവ് ചെലവ് കണക്കുകൾ, പണച്ചിലവ്, ലോക്കറിന്റെ ഉത്തരവാദിത്തം എല്ലാം അതിൽ പെടില്ലേ?